കോഴിക്കോട് മുക്കത്ത് പീഡനശ്രമം ചെറുക്കുന്നതിനിടെ യുവതി കെട്ടിടത്തിൽ നിന്ന് ചാടി പരിക്കേറ്റ സംഭവത്തിൽ പ്രതി പിടിയിലായി. മുക്കത്തെ ഹോട്ടൽ ഉടമയായ ദേവദാസാണ് പിടിയിലായത്. കേസിലെ മറ്റു 2 പ്രതികൾ ഒളിവിലാണ്. പ്രതികളായ റിയാസ്, സുരേഷ് എന്നിവർക്കായി തെരച്ചിൽ ആരംഭിച്ചു. ഇരുവരെയും വൈകാതെ പിടികൂടാനാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. സംഭവം നടന്ന് 4 ദിവസത്തിനിടയിലാണ് ദേവദാസ് പിടിയിലായത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. കുന്നംകുളത്ത് നിന്നാണ് ഹോട്ടൽ ഉടമയായ ദേവദാസിനെ പിടികൂടിയത്. പ്രതിയെ മുക്കത്തെത്തിച്ചു. ബസ് യാത്രക്കിടയിലാണ് പോലീസ് ദേവദാസിനെ കസ്റ്റഡിയിലെടുത്തത്. സംഭവത്തിൽ കേരള വനിതാ കമ്മീഷൻ അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കോഴിക്കോട് റൂറൽ എസ്.പിയോടാണ് കമ്മീഷൻ റിപ്പോർട്ട് തേടിയത്. ഈ മാസം 2-നാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. യുവതി കെട്ടിടത്തിൽ നിന്ന് ചാടുന്നതിന് തൊട്ടുമുമ്പുള്ള ദൃശ്യങ്ങൾ ഇന്നലെ കുടുംബം പുറത്തുവിട്ടിരുന്നു. യുവതിയെ ഹോട്ടൽ ഉടമയും ജീവനക്കാരും ഉപദ്രവിക്കുന്നതിന്റെ ദൃശ്യങ്ങളും സംഭാഷണങ്ങളുമായി കുടുംബം ആ വീഡിയോ പുറത്തുവിടുകയായിരുന്നു. ശനിയാഴ്ച രാത്രി 11 മണിയോടടുത്ത നേരത്തായിരുന്നു യുവതിയുടെ താമസ സ്ഥലത്തേക്ക് ഹോട്ടൽ ഉടമ ദേവദാസും ജീവനക്കാരായ റിയാസും സുരേഷും കയറി ചെല്ലുന്നത്. ഈ സമയത്ത് വീഡിയോ ഗെയിമിംഗിലായിരുന്നു യുവതി. വീട്ടിൽ അതിക്രമിച്ചു കയറിയ മൂവരും ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നാണ് യുവതി മുക്കം പോലീസിന് മൊഴി നൽകിയത്. പ്രതികളിൽ നിന്ന് കുതറിമാറി പ്രാണരക്ഷാർത്ഥം പെൺകുട്ടി കെട്ടിടത്തിൽ നിന്ന് ചാടി. അതിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങളാണ് കുടുംബം പുറത്തുവിട്ടത്. യുവതി പകർത്തിയ വീഡിയോയാണ് പുറത്തു വന്നത്. ഇതോടെ പ്രതികൾക്കെതിരെയുള്ള വ്യക്തമായ തെളിവുകളും പോലീസിന് മുന്നിലേക്ക് വന്നു. 3 മാസമായി യുവതി മുക്കത്തെ ഹോട്ടലിൽ ജോലിക്ക് കയറിയിട്ട് പെൺകുട്ടിയുടെ വിശ്വാസ്യത നേടിയ ശേഷം ഹോട്ടൽ ഉടമ പ്രലോഭനത്തിന് ശ്രമിച്ചിരുന്നു എന്ന് കുടുംബം പറയുന്നു. വനിതാ സഹപ്രവർത്തകർ അവധിയിൽ പോയ തക്കം നോക്കി വീട്ടിൽ അതിക്രമിച്ചു കയറുകയായിരുന്നു. നട്ടലിനും ഇടുപ്പിനും പരിക്കേറ്റ യുവതി നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. യുവതിയെ ഹോട്ടൽ ഉടമയും ജീവനക്കാരും ഉപദ്രവിക്കുന്നതിന്റെ ദൃശ്യങ്ങളും സംഭാഷണങ്ങളും പുറത്തു വന്നതോടെ ക്രൂരതയും തെളിഞ്ഞു. എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് യുവതി നിരവധി തവണ അലറി വിളിക്കുന്നത് കുടുംബം പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളിൽ കേൾക്കാം. അപ്പോൾ അങ്കിളാണ്, പേടിക്കേണ്ട എന്നാണ് അതിക്രമത്തിന് ശ്രമിക്കുന്ന പുരുഷൻ പറയുന്നത്. അങ്കിൾ ഇന്നലെ സംസാരിച്ചതല്ലേ, ഒച്ചയുണ്ടാക്കിയാൽ എന്റെ മാനം പോകും എന്നും ഇയാൾ ദൃശ്യങ്ങളിൽ പറയുന്നുണ്ട്. യുവതി കേണപേക്ഷിക്കുന്നതും കാണാം. എന്നിട്ടും അതിക്രമം തുടർന്നതോടെ ആത്മരക്ഷാർത്ഥം കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു. ശനിയാഴ്ച രാത്രി 11 മണിയോടടുത്ത നേരത്താണ് യുവതിയുടെ താമസ സ്ഥലത്തേക്ക് ഹോട്ടൽ ഉടമ ദേവദാസും ജീവനക്കാരും കയറി ചെല്ലുന്നത്. അതേസമയം ഇതെല്ലാം ഗുരുതര കുറ്റമായിട്ടും പ്രതികൾ ആരെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടും നടപടികൾ വൈകിയത് വിവാദമായിരുന്നു. ഇതിനിടയിലാണ് ദേവദാസിന്റെ അറസ്റ്റ്. പ്രതികൾ കേസ് പിൻവലിക്കാൻ ബന്ധുക്കളെ സ്വാധീനിക്കാൻ ശ്രമം നടത്തിയെങ്കിലും വഴങ്ങിയില്ല. ഇതിനു പിന്നാലെയാണ് ദൃശ്യങ്ങൾ കുടുംബം പുറത്തുവിട്ടത്. സംഭവത്തിന് മുമ്പും ഹോട്ടലുടമ യുവതിക്ക് മെസ്സേജ് അയച്ചിരുന്നുവെന്നും ഇത് തെളിവായി തങ്ങളുടെ കയ്യിലുണ്ടെന്നും കുടുംബം പറഞ്ഞു.